Hello friends, welcome to my channel. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ പുളിശ്ശേരിയാണ്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു സദ്യ വിഭവമാണ് ട്ടോ ഇത്. അപ്പോൾ ഈ ഒരു പൈനാപ്പിൾ പുളിശ്ശേരിക്ക് നല്ല എരിവും മധുരവും പുളിയൊക്കെ ചേർന്ന ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് അതിന് ഒരു പാൻ എടുത്ത് അതിലേക്ക് പൈനാപ്പിൾ ചെറിയ പീസുകളായി കട്ട് ചെയ്തത് 1.5 കപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എടുത്ത പൈനാപ്പിൾ കുറച്ച് കളർ കുറവും അതുപോലെ മധുരമൊക്കെ കുറച്ച് കുറവാണ്. അപ്പോൾ നിങ്ങൾ നാടൻ പൈനാപ്പിൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതെടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ആയിരിക്കുക കേട്ടോ. അതിനുശേഷം അതിലേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്തത് നടുകെ കീറിയത്, കുറച്ച് കറിവേപ്പില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 കപ്പ് വെള്ളം ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു മൂടി വെച്ച് അടച്ച് 10 മിനിറ്റ് നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. അപ്പോൾ അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള നാളികേരത്തിൻ്റെ അരപ്പ് അരച്ചെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1/4 കപ്പ് നാളികേരം ചെറുകിയത് ഒരു മിക്സിയുടെ ഗ്രൈൻഡറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകമാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നല്ല ജീരകം ഇട്ട് കൊടുത്ത് ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ നാളികേരത്തിൻ്റെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് പൈനാപ്പിളൊക്കെ വെന്തോന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പൈനാപ്പിളൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നാളികേരത്തിൻ്റെ അരപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നാളികേരമൊക്കെ നന്നായി വെന്ത് അതിൻ്റെ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വരും. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കര ഗ്രേറ്റ് ചെയ്തതോ അല്ലെങ്കിൽ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ശർക്കര ഗ്രേറ്റ് ചെയ്താണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങളെടുക്കുന്ന പൈനാപ്പിൾ ഒത്തിരി മധുരമുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് മാത്രം പഞ്ചസാരയോ ശർക്കര ഗ്രേറ്റ് ചെയ്തോ ആഡ് ചെയ്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കണം. അപ്പോൾ തൈര് ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് അത് ഒരു ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്യുക അല്ലെങ്കിൽ മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക ചെയ്യണം കേട്ടോ. അതിൻ്റെ ഒരു കട്ടയൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം അത് ഇതിലേക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ തൈര് ഒഴിച്ചതിന് ശേഷം ഒത്തിരി തിളപ്പിച്ചെടുക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരി എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് നമുക്കത് ടേസ്റ്റ് നോക്കി ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് പൈനാപ്പിൾ കറി നല്ല കട്ടി വേണം, നല്ല കുറുക്ക് പോലെ വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടി ഒന്ന് കുറച്ച് ചാറിൽ കലക്കിയെടുത്തതിന് ശേഷം ഒഴിച്ച് കറി ഒന്ന് കുറുക്കിയെടുത്താൽ മതി. അപ്പോൾ നല്ല കട്ടിക്ക് കിട്ടും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് താളിച്ചെടുക്കണം. അപ്പോൾ താളിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി ഒരു 1/4 ടീസ്പൂൺ ഉലുവയും 1/4 ടീസ്പൂൺ കടുകും ഇട്ടിട്ട് കടുകൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടി വരുന്ന സമയത്ത് 3 വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തിട്ട് ആ താളിപ്പ് നമ്മുടെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പൈനാപ്പിൾ പുളിശ്ശേരി നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.